ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ പ്രവാചകർ എന്ന പഠന പരമ്പരയിൽ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരിഗണിച്ച ഉലുൽ അസ്മിലെ പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ അലൈഹിസ്സലാം. ലോക വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു പ്രവാചകനും കൂടിയാണെന്ന് നമുക്കറിയാം. ക്രിസ്തുമത സമൂഹം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ദൈവമായി പോലും പരിഗണിക്കുന്ന ഒരാളാണ് ഈസാ അലൈഹിസ്സലാം. ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ ലോകം മുഴുവനും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാമിനെ എങ്ങനെയാണ് വരച്ച് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്നത് എന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. 25ഓളം പ്രദേശങ്ങളിലാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിക്കുന്നത്. നിരവധി അത്ഭുതങ്ങളുടെ ഒരാളെന്ന നിലയിൽ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വരെയും അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് എന്നതുപോലെ തന്നെയാണ് ഈസാ അലൈഹിസ്സലാമിനെയും പിതാവില്ലാതെ സൃഷ്ടിച്ചത് എന്നൊരു പരാമർശം നമുക്ക് കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ, അവിടെയുള്ള പണ്ഡിത പുരോഹിത വർഗ വിഭാഗക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ഭരണാധികാരികളോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം, അനുയായികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ, പിന്നീട് ക്രിസ്തുമത സമൂഹത്തിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത് എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാമുമായും മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് കാണാം. സൂറ തഹരീമിൽ തന്നെ ലോകവിശ്വാസ സമൂഹത്തിന് മാതൃകയായ 2 സ്ത്രീകളിൽ ഒരാൾ മറിയമിനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് വളരെ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈസാ അലൈഹിസ്സലാമിൻ്റെ വിശദീകരണങ്ങൾ പറയുന്ന ഭാഗത്തെല്ലാം മറിയമിൻ്റെ പവിത്രതയും ശുദ്ധതയും പരിശുദ്ധതയും സ്ഥാനവും ആദരവുമെല്ലാം വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, മറിയം എന്ന പേരിലൊരു ചാപ്റ്ററുള്ള ഒരു സൂറത്തുണ്ടാവുകയും ഈസ ഇബ്നു മറിയം സാധാരണ പിതാവിനോട് ചേർക്കപ്പെടുന്ന പേരിന് പകരം മറിയമ്മിനോട് പേര് ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ബൈബിളിൻ്റെ ഭാഷ അനുസരിച്ച് കൊണ്ടൊരു ലീഗൽ ഫാദർ എന്ന നിലയിൽ സെൻറ്റ് ജോസഫിനെ ബൈബിളിൽ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ആ ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആനിൽ ഈസ ഇബ്നു മറിയം എന്ന പേരിലാണ് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ തൗറാത്ത് സൂറ ബഖറയിൽ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ വആതൈനാ ഈസ ഇബ്നു മറിയം അൽ ബയ്യിനാത്ത് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദൂസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇഞ്ചീൽ നൽകിയതായി വിശുദ്ധ ഖുർആനിലെ പല ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്ത് പറയുന്നതും കാണാം. ഈസാ അലൈഹിസ്സലാമിന് നൽകിയ ഇഞ്ചീലാണ് പിന്നീട് അതിൻ്റെ ഒരുപാട് മാറ്റങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ, വിവിധ ആൾക്കാരുടെ കൈകളിലൂടെ കടന്നു വന്ന് പിന്നീട് അത് ഹോളി ബൈബിൾ എന്ന പേരിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഈ ബൈബിളിൻ്റെ സാരാംശങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിൻ്റെയും മറിയമിൻ്റെയും അതിൻ്റെ കൂടെ സക്കരിയ, യഹ്യ എന്നീ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സന്തോഷ വർത്തമാനം അടങ്ങുന്ന കാര്യം പോലും നമുക്ക് സൂറ സഫിലൂടെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലൂടെ ഈസാ അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുത, പിന്നീട് ആ വിഷയത്തിൽ ട്രിനിറ്റി പോലുള്ള വിഷയങ്ങളും
മറിയമിനെ ദൈവമാതാവായി ചിത്രീകരിക്കുന്ന പ്രശ്നങ്ങളും അടക്കമുള്ള വിവിധ ക്രിസ്തുമത സമൂഹം സ്വീകരിച്ച വിശ്വാസാദർശങ്ങളെയും അവരുടെ രീതികളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ക്രിട്ടിക്കലായി തന്നെ പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തന്നെ എടുത്തു പറയുന്ന ഒരു പദപ്രയോഗം റൂഹുൽ ഖുദ്സ് എന്നുള്ളതാണ്. നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുൽ ഖുദ്സ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ഇവിടെ പരാമർശിക്കുന്നത് ദിവ്യ സന്ദേശമാകുന്ന ജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായി നൽകിയ ആത്മാവിനെ കുറിച്ചുമാണ്. കാരണം ട്രിനിറ്റി കൺസെപ്റ്റിൽ ദൈവം, കർത്താവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ റൂഹുൽ ഖുദ്സുമായി ചേർത്ത് വായിച്ചുകൊണ്ട് ഖുർആനും ക്രിസ്തുമത വിശ്വാസം ഏറ്റു പറയുന്ന എന്ന തരത്തിലുള്ള ചില വായനകൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇത് വിശദീകരിക്കേണ്ടി വരുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ റൂഹുൽ ഖുദ്സ് പരിശുദ്ധമായ ആത്മാവിനെയാണ്, അല്ലാതെ ക്രിസ്തുമത വിശ്വാസപ്രകാരമുള്ള ആത്മാവല്ല എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിലേക്ക് ഇഞ്ചീൽ നൽകിയ ആ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്ന മറ്റു ചില വിശദീകരണങ്ങളും നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തിലും പ്രത്യേകം വിശ്വാസ സമൂഹത്തോട് ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പറയുന്നത് കാണാം. ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയം വളരെ പ്രത്യേകം തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഈസാ വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് പറയുക തന്നെ ചെയ്യണം. അതായത് നിങ്ങളിങ്ങനെ പ്രഖ്യാപിക്കണം, ഞങ്ങൾ അള്ളാഹുവിലും അവൻ അവതരിപ്പിച്ച സന്മാർഗത്തിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഈസാ, യാക്കൂബ് അവരുടെ മക്കൾ പരമ്പരയുള്ള എല്ലാവർക്കും, മൂസ, ഈസ അടക്കമുള്ള പ്രവാചകന്മാർക്കും നൽകിയ മാർഗദർശനങ്ങളിലും മറ്റെല്ലാ പ്രവാചകന്മാർക്കും നൽകിയ എല്ലാ ദർശനങ്ങളിലും മാർഗദർശനങ്ങളിലും എല്ലാം അത് വിശ്വസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഞങ്ങൾ ആർക്കുമിടയിൽ ഒരു വിവേചനം വരുത്തുകയില്ല എന്നും അതിൻ്റെ കൂടെ അള്ളാഹുവിന് സർവ്വവും സമർപ്പിച്ചവരാണ് ഞങ്ങൾ എന്നും വിശ്വാസികളോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിലെ 136-ാമത്തെ ആയത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിൽ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന പോലെ തന്നെ ഈമാൻ കാര്യങ്ങളിൽ മുൻകാല പ്രവാചകന്മാർ വിശ്വസിക്കുക എന്നതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും എടുത്ത് പറയുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിലുള്ള വിശ്വാസം, അദ്ദേഹത്തിന് നൽകിയ ഇഞ്ചീലിലുള്ള വിശ്വാസവും ഇസ്ലാമിൽ ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ അടിസ്ഥാന കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൂറ ആൽ ഇംറാനിലും അതുപോലെ സൂറ മറിയമിലുമാണ് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുഖ്യ ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആൽ ഇംറാൻ ഏകദേശം 33-ാമത്തെ ആയത്ത് മുതൽ 60-ാമത്തെ ആയത്ത് വരെയും ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആ ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് സൂറത്തുകളിലും, സൂറത്ത് ആൽ ഇംറാനിലും അതുപോലെ തന്നെ സൂറത്ത് മറിയമിലും, അവിടെ യഹ്യ, സക്കരിയ, മറിയം എന്നീ മഹത്തുക്കളുടെ പേര് പരാമർശിച്ചുകൊണ്ട് അവർക്കിടയിൽ സംഭവിച്ച അത്ഭുത കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈസാ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് പ്രത്യേകം അദ്ദേഹത്തിന് മാത്രം ലഭിച്ച ഒരു അത്ഭുത ജീവിതമല്ല, അത്ഭുതകരമായ ജനനമല്ല, അത്ഭുതകരമായ ജീവിതവും നിമിഷങ്ങളും കാര്യങ്ങളുമല്ല. കാരണം അതിനു മുമ്പ് തന്നെ സക്കരിയയ്ക്ക് യഹ്യയെ നൽകുന്നത്, അതായത് സ്വന്തം ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഖിർ എന്ന ഖുർആൻ പരിചയപ്പെടുത്തുന്ന വന്ധ്യയായ സാഹചര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയയോട് പറയുന്നുണ്ട്, നിനക്കൊരു യഹ്യ എന്ന് പറയുന്ന മകനെ നൽകും, നബി ആയിരിക്കും എന്ന തരത്തിലുള്ള വിശദീകരണം പറയുന്നുണ്ട്. അതുപോലും ഒരു അത്ഭുതകരമായ കാര്യമായിട്ടാണ്.
അതുപോലെ തന്നെ ഈ മറിയമിൽ പോലും സുഹൃത്ത് മറിയമിനെ കുറിച്ചുള്ള പരാമർശിക്കുന്ന ഭാഗത്ത് സക്കരിയ മെഹ്റാബിലേക്ക് ബൈത്തുൽ മുഖദ്ദസിൽ താമസിക്കുന്ന മറിയയെ സന്ദർശിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആ മറിയമിന് മുമ്പിൽ നിരവധി ഭക്ഷണങ്ങളും ഫലപുഷ്ടമായ താലങ്ങളും കാണുമ്പോൾ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു തന്നതാണെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു മറിയമിൻ്റെ ജീവിതം, മറിയമിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും അത്ഭുതകരമായ ഒരു സാഹചര്യമാണ് എന്നതുപോലെ തന്നെയാണ് ഈസയുടെ ജീവിതവും. അതുകൊണ്ട് വലിയ വ്യത്യാസമില്ല. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അതെല്ലാവർക്കും വ്യത്യസ്ത രീതികളുണ്ടാവും. അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന് മാത്രം പ്രത്യേകമായ ഒരു സ്ഥാനം ആ കാര്യത്തിലില്ല എന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സൂറ ആൽ ഇമ്രാനിലും സൂറ മറിയമിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ യഹ്യ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറിയമിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യേകം കടന്നു വരുന്നത് ഇതിൽ തന്നെ സൂറ ആൽ ഇമ്രാനിൽ തന്നെ 45-ാമത്തെ ആയത്ത് മുതൽ അവിടെ സവിശേഷമായി ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത് തുടങ്ങുന്നത് നമുക്ക് കാണാം. കാരണം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കലിമത്ത് കൊണ്ട് ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബി കലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹ ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ് ദുനിയ വൽ ആഖിറതി വമിനൽ മുഖർബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും വളരെ സവിശേഷമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് കലിമത്ത് എന്നുള്ള പദപ്രയോഗമാണ്. അതുപോലെ തന്നെ മസീഹ് എന്നുള്ള മറ്റൊരു പദപ്രയോഗവുമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് മറിയമ്മിനോട് മലക്കുകൾ വന്ന് പറയുന്നു, അള്ളാഹുവിൽ നിന്നുള്ള കലിമത്ത് നിനക്ക് ലഭിച്ചതായിട്ടാണ് പറയുന്നത്. ഇവിടെ കലിമത്ത് എന്ന് പറയുന്നത് കുൻ ഫയക്കൂൻ എന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുന്ന ആ ഒരു വർത്തമാനമാണ്. കാരണം മറിയമിൽ തന്നെ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്, ഞാൻ വിവാഹിതയാണ്, എൻ്റെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാവുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് മലക്കുകൾ പറയുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ കാണാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ വചനം എന്നത് അവിടെ കലിമത്ത് എന്നുള്ളതാണ്. പിന്നീട് പിൽക്കാലത്ത് ഈ കലിമത്തിനെ കലാമായി ചിത്രീകരിക്കുകയും അതൊരു ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് മിക്സാക്കുകയും അതിനുശേഷം പിന്നീട് ആ ഒരു കലാം എന്നുള്ള പദത്തിന് അതിനൊരു ഫിലോസഫി എല്ലാം മിക്സാക്കിക്കൊണ്ട് അതൊരു ദൈവരൂപമായി മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ രൂപത്തിൽ പിറക്കുന്ന പുത്രനായി പിറക്കുന്നത് എന്ന തരത്തിലേക്ക് ആ കെലിമത്തിനെ കലാമായി വായിച്ചുകൊണ്ടുള്ള വായനകൾ നമുക്ക് പിന്നീട് ക്രിസ്തുമതത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു തരത്തിലാണ് പിന്നീട് അതിൻ്റെ ചരിത്രം മാറ്റപ്പെട്ടത്. എന്നാൽ ഇസ്ലാമിൽ ഇവിടെ കെലിമത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് പറയുന്ന, അള്ളാഹു ആവട്ടെ ഗർഭിണിയാവട്ടെ എന്ന് പറയുന്ന ആ തീരുമാനത്തെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പദപ്രയോഗം മസീഹ് എന്നുള്ളതാണ്. കാരണം മസീഹിന് വിവിധ അർത്ഥങ്ങൾ ഇസ്ലാമിൽ തന്നെ കാണുവാൻ കഴിയും. ഇവിടെ മസീഹ് മിഷിഹ എന്ന് പറയുന്ന വലിയ മിസിയാനിക് രൂപമുള്ള ഒരു ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്കുള്ള വ്യാപകമായ പദപ്രയോഗമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ അള്ളാഹു മസഹ എന്ന് പറയുന്ന പദത്തിൽ നിന്നോ അല്ലെങ്കിൽ സഹ എന്ന പദത്തിൽ നിന്നോ ആണെന്ന് വ്യത്യസ്ത വായനകളുണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മസഹ എന്ന പദത്തിൽ നിന്ന് ആണിത് രൂപപ്പെട്ടതെന്ന് പറയുന്നു. അള്ളാഹു ക്ലീൻ ചെയ്ത, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ലീൻ ചെയ്ത ഒരാൾ എന്ന രീതിയിൽ ആണ് ഇതെന്ന് ഒരർത്ഥമെന്ന് പറയുന്നു. അതല്ലെങ്കിൽ അനുഗ്രഹങ്ങളാൽ കൊണ്ട് സ്പർശിതനായ ഒരാളെന്ന നിലയിലും ഒരർത്ഥം നമുക്ക് കാണുവാൻ കഴിയും. തഫ്സീർ തബരിയിലും എല്ലാം മറ്റൊരു വിശദീകരണം കാണാം. അതായത് ഇദ്ദേഹം ആരെയൊക്കെ തൊടുന്നോ അവരുടെയൊക്കെ രോഗം മാറുകയും അവർ രോഗശാന്തി ലഭിക്കുന്നവരായി മാറുകയും ചെയ്യും. ആ ഒരു തരത്തിലുള്ള വിശദീകരണങ്ങളാണ് നമുക്ക് ഇത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കിതാബുകളുടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണ് മസീഹി എന്നുള്ള പദത്തിന് നമുക്ക് അർത്ഥം കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് തന്നെ മറിയം കുഞ്ഞിനെയും പ്രസവിച്ചു കൊണ്ടുവരുന്ന ഒരു സീനിൽ അവിടെയും ഇസ്ലാമിൽ വ്യതിരിക്തമായ ഒരു ചിത്രമാണുള്ളത്. കാരണം ഈ ക്രിസ്തീയ വിശ്വാസപ്രകാരം
അവരുടെ ഒരു തൊട്ടിലിൽ, അതായത് അവിടെ കാലിത്തൊട്ടിലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞായിട്ടാണ് പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇത് മറിയമിൽ തന്നെ പറയുന്നത് ഒരു നദിക്കരയിൽ ഒരു ഈന്തപ്പന മരത്തിൻ്റെ ചോട്ടിൽ അവിടെ വെച്ചിട്ടാണ് പ്രസവിക്കുന്നതെന്നുള്ള പരാമർശം നമുക്ക് സൂറ മറിയമിലെല്ലാം വിശദീകരിച്ച് കാണുവാൻ കഴിയും. പിന്നീട് ഈ കുഞ്ഞുമായി മറിയം നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ എങ്ങനെയാണ് ഇമ്രാൻ്റെ ഫാമിലിയിൽപ്പെട്ട ഇമ്രാൻ്റെ കുടുംബത്തിൽപ്പെട്ട നീ ഇങ്ങനെ മോശക്കാരിയായി മാറിയല്ലോ എന്ന് യഹൂദ കുടുംബത്തിലുള്ള ആൾക്കാർ മറിയമ്മിനെ അധിക്ഷേപിക്കാൻ തുടങ്ങുന്ന ഒരു പശ്ചാത്തലവും കൂടി നമുക്ക് ഈ രണ്ട് സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മറിയം മിണ്ടാതെ ഈ തൻ്റെ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടുകയും ആ കുഞ്ഞ് അവിടുന്ന് സംസാരിക്കുകയും തുടങ്ങുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറ ആൽ ഇംറാനിലെ തന്നെ 46-ാമത്തെ ആയത്തിൽ വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലം വമിനസ് സ്വാലിഹീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു. തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ ജനങ്ങളോട് സംസാരിക്കും, അതുപോലെ തന്നെ പ്രായമായ ശേഷവും അവൻ സംസാരിക്കും, അവൻ സച്ചേതലാവും എന്ന തരത്തിലുള്ള പരാമർശം പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നുണ്ട്. ഇതേ പരാമർശം തന്നെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാം, കുഞ്ഞായ ഈസാ അലൈഹിസ്സലാം അവിടെ ജനങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വന്ന പ്രവാചകനാണ് എന്ന പരാമർശം അവിടെ ഈസാ അലൈഹിസ്സലാം ആ തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നടത്തുന്നതായും അവിടെ വിശദീകരണമുണ്ട്. കാരണം ഈ സൂറത്ത് മറിയമിലെ 16-ാമത്തെ ആയത്ത് മുതൽ ഇവിടെ ഈ ഒരു സംഭവം പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറിയമിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറിയമിൻ്റെ മുമ്പിൽ മലക്ക് വരികയും മലക്ക് അവളോട് കുഞ്ഞുണ്ടാവുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി അപ്പോൾ അന്നായക്കൂനുല്ലി ഗുലാമു വലം യംസസ്നി ബഷറും വലം അക് ബഗയ്യ, ഞാൻ എങ്ങനെയാണ് പ്രസവിക്കുക, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടുമില്ല, ഞാനൊരു മോശമായ ഒരു സ്ത്രീയുമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മലക്ക് തന്നെ പറയുന്നത് കാല കദാലിക്ക് കാല റബ്ബുക്ക് ഹുവ അലയ്യ എന്ന രീതിയിൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നുള്ള പരാമർശം 21-ാമത്തെ ആയത്തിൽ ആ ഭാഗത്ത് താഴോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത് കാണാം. പിന്നീട് അതിനുശേഷവും തന്നെയും കുഞ്ഞുമായും അവിടെ പ്രസവിക്കുന്നതുമായിട്ടുള്ള പരാമർശമാണ് സൂറത്ത് മറിയമിലെ 22-ാമത്തെ ആയത്ത് മുതൽ 26-ാമത്തെ ആയത്ത് വരെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റുകൾ ചരിത്രപരമായി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഖൗമിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ഹാറൂൻ്റെ സഹോദരി നീ എങ്ങനെ ചെയ്തു എന്നാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഹാറൂൻ്റെ സഹോദരി എന്നതിൽ ചില ചരിത്ര വ്യത്യസ്ത വീക്ഷണങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന്, ഹാറൂൻ നബിയുടെ വംശപരമ്പരയിലാണ് മറിയമിൻ്റെ ജനനം എന്നതുകൊണ്ട് പൊതുവായി ഹാറൂൻ്റെ സഹോദരി എന്നാണ്. കാരണം പ്രവാചകന്മാരുടെ വംശപരമ്പരയിലുള്ള നീ ഇത്രയും മോശക്കാരിയായോ എന്നൊരു പരാമർശമാവാം അവരുദ്ദേശിച്ചത്. മറ്റൊന്ന്, ഹാറൂൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എന്ന ചില നിരീക്ഷണങ്ങളുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. അപ്പോഴാണ് മറിയം തൻ്റെ കുഞ്ഞിനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് കുഞ്ഞ് മറുപടി പറയുമെന്ന നിലയിൽ പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞ് പറയുന്ന കാല ഇന്നി അബ്ദുല്ലാ ആത്താനിയൽ കിതാബ് വജഅലനി നബിയ. അപ്പോൾ അവിടെ ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതാണ്, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ആത്താനിയൽ കിതാബ്, എനിക്ക് അള്ളാഹു കിതാബ് നൽകി, വജഅലനി നബിയ, എന്നെ നബിയാക്കി അള്ളാഹു മാറ്റി, വജഅലനി മുബാറകൻ ഐനമാ കുന്തു വ ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്ന് അവിടെ തുടർന്ന് തന്നെ ആ കുഞ്ഞ് തുടർന്ന് പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സകാത്തും അനുഷ്ഠിക്കാൻ എന്നോട് അള്ളാഹു അനുശാസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനുമാക്കിയിരിക്കുന്നു എന്ന്. ഫബർറം ബി വാലിദത്തി വലം യജാലനി ജബ്ബാറൻ ഷഖയ്യ, എന്നെ ക്രൂരനായ ദുഷ്ടനാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വസലാമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിൻ്റെ ചർച്ച വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്. വസലാമുൻ അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്ത് വയൗമ ഉബ്അസു ഹയ്യ, എൻ്റെ ജനനനാളിലും എൻ്റെ മരണനാളിലും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം എന്ന് ആ ഒരു വർത്തമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് തുടർന്ന് പറയുന്നത് കാണാം. അതായത് കൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ആ പിഞ്ചു കുഞ്ഞ്
ഞാൻ പ്രവാചകനാണെന്ന് സംസാരിക്കുന്ന ഒരു അത്ഭുത നിമിഷത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പരാമർശിക്കുന്നത്. ഈ ഒരു വർത്തമാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഒരു അത്ഭുതമായും കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ചിത്രീകരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും മറ്റുള്ള അത്ഭുതത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്ത് പറയുന്നത് അദ്ദേഹം ചെയ്ത് കാണിച്ചു തന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്ത് പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 51, 49, 51 ആയത്തുകളിൽ ഈ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. അവിടെ അദ്ദേഹം പരിപൂർണനായ റസൂലാണെന്നും അതുപോലെ തന്നെ അന്ധത ബാധിച്ചവർക്ക് കാഴ്ച കൊടുക്കുന്ന ആളെന്ന നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഈ വിവിധ ഭാഗങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും അതുപോലെ തന്നെ അത്ഭുതത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അവിടെ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അന്ധത ബാധിക്കുന്നതിനെക്കുറിച്ചും പാണ്ഡുരോഗം പോലെ രോഗങ്ങൾ വരുമ്പോൾ അത് മാറ്റുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മരിച്ചവരെ ജനിപ്പിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുമെല്ലാം ആല ഇമ്രാനിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്. അതായത് അദ്ദേഹത്തെ റസൂൽ ഇലാ നബി ഇസ്രായേൽ അന്നി ഖദ് ജഅതും ബി ആയത്തിൻ മിൻ റബ്ബിക്കും അൻ യഖ്ലുഖു ലക്കും മിന തീൻ, മരിച്ചു പോയ ഒരു പക്ഷിരൂപമുണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുക്കുന്ന ഒരാളെന്ന നിലയിലും അതുപോലെ തന്നെ അക്രമമായ അബ്റസായ വഹീൽ മൗതാബി ഇതിനില്ല, അതായത് രോഗം ബാധിച്ച ആൾക്കാർക്ക്, അന്ധത ബാധിച്ച ആൾക്കാർക്ക്, അങ്ങനെ വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയുടെ നൽകിയതിലൂടെ ഇവർക്ക് രോഗശാന്തി നൽകുന്ന ഒരു കഴിവ് ഇദ്ദേഹത്തിന് നൽകുന്നതായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിന് അല്ലാഹു പറയുന്നു യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വ തൗറാത്ത വൽ ഇൻജീൽ, അദ്ദേഹത്തിന് കിതാബും ഹിക്മത്തും തൗറാത്തും ഇൻജീലും അടക്കമുള്ള എല്ലാ വിവരവും ജ്ഞാനവും ഹിക്മത്തും തത്വജ്ഞാനവും അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയതായും ഈ സൂറ ആൽ ഇമ്രാനിലെ 49 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടും ഇതിനു ശേഷം ആ ഒരു സമൂഹത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകതയെ അല്ലാഹു പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട്. അവിടെ തൗറാത്ത് അവർക്ക് ഇടയിൽ മുമ്പുള്ള തൗറാത്തിനെ തന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് താൻ വന്നതെന്ന് ഈസാ അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം ബൈബിളിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയും. തൗറാത്തിനെ നിവർത്തിപ്പാനാണ് താൻ വന്നതെന്ന് ഈസാ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുതന്നെയാണ് ഖുർആനും പറയുന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, അതായത് തൗറാത്തിന് മുമ്പുണ്ടായിരുന്ന തൗറാത്തിനെ അത് സത്യപ്പെടുത്തുവാനാണ് താൻ വന്നതെന്ന് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നു. വഹില്ല ലക്കും ബഅദുല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമായ ചില കാര്യങ്ങൾ ഹലാലാക്കാനും ആണ് താൻ വന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനത്തെ പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഇതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനമായി പറയുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഹവാരികളുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. കാരണം നമുക്കറിയാം സൂറ സഫിൽ തന്നെയും മൻ അൻസ്വാരി ഇലല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ എന്നെ ആര് സഹായിക്കാനുണ്ട് എന്ന് ചോദിക്കുന്നതായി കാണാം. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിനോട് അവരും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട് എന്നുള്ള പരാമർശമുണ്ട്. അത് സൂറ ആൽ ഇമ്രാനിൽ തന്നെ 52-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനനം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വിവിധ അത്ഭുത പ്രവർത്തനങ്ങൾ എല്ലാം ഇത് കാരണം തന്നെ അദ്ദേഹത്തിനെ ഒരു അത്ഭുത മനുഷ്യനായി ചിത്രീകരിക്കുകയും അതിലൊരു ദൈവികമായ ഒരു വായന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ദൈവമായി തന്നെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കും അവർ മാറുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറ ആൽ ഇമ്രാനിൽ തന്നെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പരാമർശിക്കുന്നത് ഇവരുടെ ഒരു ഇത് ഖാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിയുക ഇലയ്യ വമുതഹിറുക മിനല്ലദീന കഫറു വജഅലുല്ലദീന തബഉക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ സുമ്മ ഇലയ്യ മർജിഉകും ഫഹ്കും ബൈനകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിനെ പ്രത്യേകം പറയുന്നുണ്ട്. അള്ളാഹു ഈസ അലൈഹി ഇസ്ലാമിനോട് വിഭവം പറഞ്ഞു, അല്ലയോ ഈസ, ഇപ്പോൾ ഞാൻ നിന്നെ മടക്കി വിളിക്കുന്നതും. ഇവിടെ മുതവ്വിഫിക എന്ന പദമാണ് ഉപയോഗിച്ചത്. എടുക്കുക, വസൂലാക്കുക, തിരിച്ചു വിളിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ആ പദത്തിനുള്ളത്. അപ്പോൾ ഈ പദത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയൊരു ചർച്ച വരുന്നത്. അള്ളാഹു ഇദ്ദേഹത്തെ ജീവനോടെ എടുത്തതാണോ അതല്ല ആത്മാവിനെ എടുത്തതാണോ എന്നുള്ള വിവിധ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധ ഖുർആനിലും പ്രത്യേകമായ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ, അതായത് വധിച്ചു എന്ന് ക്രിസ്ത്യാനികൾ വാദം പറയുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരോട് പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു എന്ന്. അവർ അദ്ദേഹത്തെ വധിക്കുകയില്ല, അവർ അദ്ദേഹത്തെ അതുപോലെ തന്നെ കുരിശിൽ തറച്ചുമില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം തന്നെ സൂറത്ത് നിസായിൽ ഈ ഭാഗം പറയുന്നത് ബൽ റഫഉ അല്ലാഹു ഇലൈഹി, അല്ലാഹു അദ്ദേഹത്തിലേക്ക് ഉയർത്തി എന്നാണ്. ഇവിടെയും ഈ ആയത്തിൽ സൂറ ആലി ഇമ്രാനിലെ 55-ാമത്തെ ആയത്തിലും റാഫിയുക ഇലയ്യ എന്ന ഒരു പരാമർശമുണ്ട്. അതായത് ഈ പരാമർശം കൊണ്ട് തന്നെ ഒരു ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു ആ ഒരു സമൂഹത്തിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തയ്യാറായ ആ യഹൂദ പണ്ഡിത ഭരണാധികാരി സഖ്യത്തിൽ നിന്ന് ഈസാ അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചു എന്നുള്ളൊരു പദപ്രയോഗമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ വധിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വധവും തന്നെയും ഈ ഒരു തരത്തിൽ അത്ഭുതകരമായ ഒരു കാര്യമായതുകൊണ്ടും കൂടിയും അത് പിന്നീട് ഇദ്ദേഹത്തിനെ ഒരു പുത്രനായും ദൈവമായും പുത്രനായും പരിശുദ്ധാത്മാവ് റൂഹുൽ ഖുദ്സ് എന്നുള്ളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് മൂന്നും കൂടെ ചേർത്തുകൊണ്ട് ഒരു ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അവരെത്തിച്ചേർന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നത്. ഈ കാര്യം തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ അള്ളാഹു 171-ാമത്തെ ആയത്തിൽ അവരുടെ ഈ തെറ്റിദ്ധാരണയെ അള്ളാഹു പ്രത്യേകം തന്നെ കൈകാര്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവരോട് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ വലാ തഖൂലു സലാസ്, നിങ്ങൾ ഈ തരത്തിൽ ട്രിനിറ്റിയെക്കുറിച്ചുള്ള വാദം നിങ്ങൾ നടത്തരുത്. ആ ഒരു അഹ്ലു കിതാബിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അഹ്ലൽ കിതാബ് ലാ തഗലൂ ഫി ദീനിക്കും, നിങ്ങളുടെ ഈ മതത്തിൽ നിങ്ങൾ അതിര് കവിയാതിരിക്കുവിൻ. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, സത്യമല്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളൊന്നും ഇങ്ങനെ കെട്ടിച്ചമച്ച് ആരോപിക്കാതിരിക്കുവിൻ എന്ന് അള്ളാഹു. ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം റസൂലുള്ള, കാരണം ഈസ ഇബ്നു മറിയം എന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, അത് അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ്. വ റൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്, അള്ളാഹു ഇട്ടുകൊടുത്ത റൂഹാണ്. ഫ ആമിനു ബില്ലാഹി വ റസൂലിഹി, അതുകൊണ്ട് തന്നെ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, നിങ്ങൾ ഇങ്ങനെ ത്രിയേകത്തെക്കുറിച്ച് ട്രിനിറ്റിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇൻദഹു, നിങ്ങൾ അവസാനിപ്പിക്കുക. ഖൈറല്ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇന്നല്ലാഹ ഇലാഹുൻ വാഹിദ്, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും അള്ളാഹു അള്ളാഹു എന്നത് ഒരേ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദുൻ ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള് വകഫാ ബില്ലാഹി വക്കീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. അതായത് പുത്രനുണ്ടായിരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാകുന്നു അള്ളാഹു. ആകാശഭൂമിയിലുള്ളതെല്ലാം അവനുള്ളതാണ്. അവയുടെ കൈകാര്യകർത്തത്തിനും മേൽനോട്ടത്തിനും അവൻ തന്നെ എത്രയും മതിയാവുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഒരു പുത്രനെ കുറിച്ചിട്ടുള്ള ഒരാവശ്യമില്ല. നമുക്ക് സൂറ ഇഖ്ലാസിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവന് മക്കളുമില്ല, ആരുടെയും മകനുമല്ല, ആർക്കും സന്താനവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സൂറത്ത് ഇഖ്ലാസിൽ കൂടി പറയുവാൻ കാരണം ഇത് തന്നെയാണ്.
അതും കാരണം ഖുറൈശി സമൂഹത്തിലുള്ള വിവിധ ശിർക്കൻ ആചാരത്തെ എതിർക്കുന്നതോടൊപ്പം തന്നെയും തൗഹീദിനെ കുറിച്ചിട്ടുള്ള ദൈവിക സങ്കല്പത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടി സൂറ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേ സൂറത്തിൽ തന്നെ, അതായത് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തിലെ അവർക്കിടയിൽ വന്ന പാളിച്ചകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്ന ഭാഗത്ത് ദാവൂദ് അലൈഹി ഇസ്ലാമും ഈസാ അലൈഹി ഇസ്ലാമും അവരുടെ നാവുകളിലൂടെ ഇസ്രായേലി സമൂഹത്തിലെ കാഫിറുകളെ ശപിച്ചതായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. സൂറ മാഇദ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് വ ഈസ ഇബ്നു മറിയം. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെയും നാക്കുകളിലൂടെ ഈ ബനു ഇസ്രായേൽ സമൂഹത്തിലുള്ള കാഫിറുകൾ അവർ ശപിക്കപ്പെട്ടു എന്ന ഒരു പരാമർശമുണ്ട്. അതായത് അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ ആ സമൂഹത്തിലെ ധിക്കാരികൾ ശപിക്കപ്പെടുന്നതിനേക്കാളും വലിയൊരു നഷ്ടം വേറെ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈസാ അലൈഹി ഇസ്ലാമിനെ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ യഹ്യ അലൈഹി ഇസ്ലാമിനെയും കൂടി അയച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. ബൈബിളിൽ തന്നെ പരാമർശപ്രകാരം ഈസാ അലൈഹി ഇസ്ലാമും യഹ്യയും തമ്മിൽ യഹ്യ അലൈഹി ഇസ്ലാമിന് 6ഓളം വയസ്സ് മൂത്തതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. യഹ്യ അലൈഹി ഇസ്ലാമിനെ തന്നെ അവർ അന്നത്തെ ഭരണാധികാരിയുടെ ദുഷ്വൃത്തികളെ വിമർശിക്കുകയും കൊട്ടാര ദർബാർ നടക്കുന്ന പ്രശ്നങ്ങളെയും അതിക്രമങ്ങളെ വിമർശിക്കുന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ താല്പര്യപ്രകാരം യഹ്യ അലൈഹി ഇസ്ലാമിൻ്റെ തല വെട്ടിയെടുക്കുന്നതും നമുക്ക് ബൈബിളിൽ തന്നെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തെ കൈകാര്യം ചെയ്തത്. യഹ്യ അലൈഹി ഇസ്ലാമിനോടൊപ്പം തന്നെയും ഈസാ അലൈഹി ഇസ്ലാമും കൂടി ആ ഇസ്രായേലി സമൂഹത്തിനെതിരെ അവർക്കിടയിൽ വന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയും അവരുടെ പണ്ഡിതന്മാരുടെ പുരോഹിതന്മാരും ഉണ്ടാക്കിയ നിയമങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഫലവും കൂടിയാണ് ഈസാ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ യഹ്യ അലൈഹി ഇസ്ലാമും ആ സമൂഹത്തിൽ ഇത്രയും നേരിട്ട ഈ പരീക്ഷണങ്ങളും ശിക്ഷകളും അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സൂറ മാഇദയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 110 മുതൽ 118 വരെയുള്ള ആയത്തുകളിലും അവരുടെ ഈ യഹൂദ സമൂഹത്തിൻ്റെ, അതായത് അന്നത്തെ ഇസ്രായേലി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നത്, അവർ ഈസാ അലൈഹി ഇസ്ലാം ആ സമൂഹത്തിനോട് വന്ന് പറയുന്നുണ്ട്, യാ ഈസ, അതായത് ഈസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നു, ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം ഇദ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക ഇത് അയ്യതുക ബിറൂഹിൻ ഖുദ്സുൻ തുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹലൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്. നിനക്കും നിൻ്റെ മാതാവിനും നൽകിയ അനുഗ്രഹങ്ങളെ നീ സ്മരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിതാബും ഹിക്മത്തും തൗറാത്തും ഇഞ്ചീലും അടക്കമുള്ള വേദഗ്രന്ഥങ്ങളും അതുമായി ആവശ്യമുള്ള വിവരങ്ങളും മുഴുവനും താങ്കൾക്ക് നാം പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം ചെയ്ത വിവിധ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടു കൂടി ഇതിനി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എൻ്റെ അനുമതിയോടു കൂടി താങ്കൾ ചെയ്ത അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും അള്ളാഹു എടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു ചർച്ച തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിനോട് ഈ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനോട് ആ ഒരു വിഭാഗം താങ്കളുടെ പ്രവാചകത്വം അംഗീകരിക്കണമെങ്കിൽ, കുറച്ചും കൂടി വിശ്വാസം ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു മാഇദ, ഒരു താലം അയച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നതെല്ലാം ഈ ഒരു ഭാഗത്താണ്. സൂറ മാഇദയിലെ 110 മുതൽ 118 വരെയുള്ള ആയത്തുകളിലാണ്. ഇങ്ങനെ ഈ ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തെ, അദ്ദേഹത്തിൻ്റെ സമൂഹമായിട്ടുള്ള ഇടപാടുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതുപോലെ അവർക്കിടയിൽ വന്ന പ്രശ്നങ്ങളെ ഈസാ അലൈഹി ഇസ്ലാം ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നതും കാണുവാൻ കഴിയും. ബൈബിളിൽ തന്നെ ഇസ്രായേലി സമൂഹത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നവരെ ചാട്ടവറ കൊണ്ട് അടിച്ചോടിക്കുകയും ദുർവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവരുടെ പണ്ഡിതന്മാരെ ശക്തമായി വിമർശിക്കുന്നതിൻ്റെ ഫലമായി ഈ പണ്ഡിതന്മാരാണ് പിന്നീട് ഇദ്ദേഹത്തെ പിലാത്തോസ് എന്ന് പറയുന്ന അന്നത്തെ റോമൻ ഗവർണറിന് മുമ്പിൽ പരാതി പറയുകയും ഈ ഈസ, അതായത് ജീസസ്, യേശു
അവർക്കിടയിൽ ദൈവരാജ്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെയും നാട്ടുകാരുടെയും മുഴുവൻ അധികാരം നഷ്ടപ്പെടുമെന്നും പറയുന്ന ഒരു വലിയൊരു ആരോപണം മുന്നിൽ വെക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ ശിക്ഷിക്കുവാൻ ആ സമൂഹം തയ്യാറാവുന്നതെന്നും നമുക്ക് ബൈബിളിൻ്റെ വിശദീകരണങ്ങളിലൂടെ കാണുവാൻ കഴിയും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവരുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിട്ടാണ് അള്ളാഹു പരാമർശിക്കുന്നത്. സൂറ ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിർണായകമായ ഒരു വർത്തമാനം പറയുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ശൂറയിലെ 13-ാമത്തെ ആയത്തിൽ ഈസാ അലൈഹിസ്സലാമിനോടും അതുപോലെ മുൻകാല പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചിരുന്ന ഒരു പ്രത്യേക കൽപ്പനയെ അള്ളാഹു ആ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഷറഅലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി എന്ന് പറയുന്ന ഭാഗത്ത് നൂഹിനോടും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമും താങ്കൾക്കും കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്താണ് കൽപ്പിച്ചു തന്നത്? അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, ദീനിനെ തന്നെ നിനക്ക് ദീനിനെ നിലനിർത്തുവിൽ, അതിനെ തന്നെ അതിൽ ഭിന്നതയുണ്ടാക്കരുത്, ഭിന്നിക്കരുത് എന്ന താക്കീതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈ പറയുന്ന പ്രവാചകന്മാർക്കും പ്രത്യേകം വസിയത്ത് നൽകിയതായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. അതായത് ഇഖാമത്തുദ്ദീൻ പോലും ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കർത്തവ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരാമർശിക്കുന്നത്. ആ ഒരു ജീവിതവും കൂടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ആ സമൂഹത്തിൻ്റെ ശക്തമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തെ വധിക്കുവാനുള്ള തീരുമാനം വന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുന്നതും അവരുടെ പീഡനങ്ങളിൽ നിന്നും വധശ്രമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കുന്നതും. ഈ തരത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വിയോഗവും അത്ഭുതമായതുകൊണ്ട് തന്നെയാണ് പിന്നീട് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അത്ഭുതകരമായ ഒരാളെന്ന നിലയിൽ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന തരത്തിൽ ക്രിസ്ത്യാനികൾ ആ ഒരു തരത്തിലേക്ക് വായനയെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ കൂടെ പ്രത്യേകമായ ഒരു പരിഗണന അറിയിക്കേണ്ട ഒരു വിഷയം, ബൈബിളിൽ തന്നെ മറ്റു പല പ്രവാചകന്മാരെയും കർത്താവ് പുത്രൻ എന്ന് പറയുന്ന പരാമർശം നടത്തിയതായി കാണാം. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമിനെ ജീസസിനോട് മാത്രം ആ പുത്രൻ ചേർത്തതുകൊണ്ട് അദ്ദേഹത്തെ ദൈവപുത്രനായി പരാമർശിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയതും അത് വളരെ പ്രശ്നഭരിതമായ ഒരു വിഷയം കൂടിയാണ്. എന്നാൽ ബാക്കിയുള്ള പ്രവാചകന്മാരെ എന്തുകൊണ്ട് ദൈവപുത്രനായി പരാമർശിക്കുന്നില്ല, അവരെ കരുതുന്നില്ല എന്നതും വളരെ ക്രിട്ടിക്കലായി ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളെ ക്രിട്ടിക്കലായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ എന്തുകൊണ്ട് അവർ ആ ഒരു തരത്തിൽ മറിയമിനെയും ഇങ്ങനെ ഒരു ദൈവമാതാവായി കണ്ടതിൻ്റെ ഒരു പ്രശ്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെയും ഈസാ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മാഇദയിൽ തന്നെയാണ് ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞോ, താങ്കളെയും താങ്കളുടെ ഉമ്മയെയും ഇതുപോലെ ദൈവിക മാതാവായും അല്ലെങ്കിൽ അത് ആരാധിക്കണമെന്ന് താങ്കൾ അവരോട് പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നതും നമുക്ക് കാണാം. ഈസാ അലൈഹി ഇസ്ലാം പറയുന്നത്, ഞാനൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് അത് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നതും നമുക്ക് സൂറ മാഇദയിലെ ഈ ആയത്തിൽ 110 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെ മറിയമിനെ കുറിച്ചുള്ള ദൈവമാതാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതുപോലെ തന്നെ മസീഹിനെ മിഷിഹ എന്ന് പറയുന്ന ആ ഒരു ബിബ്ലിക്കൽ നരേഷൻ, ഇതിനെല്ലാം ശക്തമായ ഒരു എതിർവായന, വിമർശനാത്മകമായ രീതിയാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അതിലൂടെ എന്തുകൊണ്ട് ഖുർആൻ വന്നു എന്ന് പറയുന്ന ഒരു ആശയം കൂടി നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. മുൻകാല വേദഗ്രന്ഥങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ വരുത്തിയ മാറ്റത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുകയും
അതിലൂടെ ആ പ്രവാചകന്മാരിൽ അവരാരോപിച്ച ആരോപണങ്ങളെ തിരുത്തുകയും വിമർശിക്കുകയും ശരിയായ ഒരു ചിത്രം പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനും കൂടി അവതരിപ്പിച്ചത് എന്നാണ് നമുക്ക് ഈ ഒരു ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ്റെ വായനയിലൂടെ ഇസ്ലാം എങ്ങനെയാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്നത്, പഠിപ്പിക്കുന്നത്, പിന്നീട് ആ സമൂഹത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ വായനയിലൂടെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും നമുക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.